എന്താ? ആരാ വിളിച്ചത്? താത്തേ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട പോലെ വരാൻ പോകാൻ തോന്നുന്നു. ഇല്ലടി, അങ്ങനെയൊന്നും ഇല്ല. അമ്മക്കൊന്നും വരൂല മോളെ, അങ്ങനെയൊന്നും ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോഡി കണ്ടിരിക്കുന്നത്, അത് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഒന്നും ആയിരിക്കൂല, അത് വേറെ ആരോ ആയിരിക്കും. കരയല്ലേ? കുറച്ചോനെ അമ്മായി ഇനിയിപ്പോ എന്തൊക്കെയാണോ എനിക്കല്ലോ. എല്ലാ മക്കളെ, ഞാൻ ഇതെന്താ ഈ കേക്കണത്? എന്റെ ഐറൂൻ എവിടെ? ഐറു എവിടെ പോയി? ഈ നാട്ടാർ മൊത്തം പറയണ കേട്ടിട്ട് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ ഐറൂൻ എവിടെ കൊണ്ടുപോയിട്ടത്? നിങ്ങൾ സ്വന്തം മക്കളെ പോലെയല്ല എൻ്റെ ഐറു നോക്കിയത്. എന്നിട്ട് നിങ്ങൾ എന്താ ഈ ഐറൂനെ ചെയ്തത്? എവിടാണ് എൻ്റെ ഐറു? നിങ്ങൾ പറയ്. എന്നാലും ഞാൻ വിചാരിച്ചിട്ടില്ല, നാട്ടുകാർ മുഴുവനും പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചിട്ടില്ല. ഇപ്പം ബോധ്യായി. നിങ്ങൾ ചെയ്തോ? എന്റെ തതനെ കൊന്നു കളഞ്ഞോ? പറയ്, എവിടെ കൊണ്ടുവന്നിട്ടത്? അമ്മായി, ഞങ്ങളൊന്നും ചെയ്തില്ല. രാവിലെ എണീച്ചപ്പോ ഉമ്മനെ കാണുന്നില്ല. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഞമ്മക്കും തന്നൂടായിരുന്നോ? നമ്മൾ പൊന്നു പോലെ നോക്കൂലായിരുന്നോ? എവിടെയെങ്കിലും വിളിച്ചാലോ വരൂല. മരുമക്കള് പേരക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കൂ. അങ്ങനെ നിന്ന ഉമ്മനാണ് നിങ്ങളെ കൊണ്ട് കളഞ്ഞത്. ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഈ കണ്ട നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഐറൂനെ ദ്രോഹിച്ച കഥകളൊക്കെ. നിങ്ങൾക്കൊക്കെ പള്ളയിലുള്ള സമയത്ത് എൻ്റെ ഐറു എങ്ങനെ ഞങ്ങളെ നോക്കിയത്? സ്വന്തം മക്കളെ പോലെയല്ലേ പുനരിച്ച് കൊണ്ടിടുന്നത്. എന്നിട്ട് എൻ്റെ ഐറൂന് പ്രായമായി വെയ്യാണ്ടായപ്പോ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല അല്ലേ? എന്താ ഇത്? ആ മോളെ, കാണില്ല. ഉമ്മയെ മൂത്തൊന്നും നമുക്ക് തിന്നാൻ കൊടുക്കലില്ല. കണ്ടില്ലേ, മോള് വരെ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത ദ്രോഹത്തിനൊക്കെ ഈ കുട്ടികൾ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓള് ഇവിടുന്ന് പോയത്. എന്റെ ഇമ്മാവന്റെ വല്ല വിവരം കിട്ടിയോ? ആ മോനെ, ആപ്പാപ്പൊക്കെ തെരഞ്ഞു പോയിക്കണേ. എന്തായാലും എന്തെങ്കിലും ഒരു വിവരം കിട്ടും. മോനെ വിഷമിക്കണ്ട കേട്ടോ. കണ്ടോ, മക്കളെ സങ്കടം കാണാൻ വയ്യ. എല്ലാം കാണിച്ചു വെച്ചിട്ട് മോങ്ങാൻ നിക്കാണ് അവിടുന്ന്. ഉള്ള സമയം പഠിച്ചവനോട് ദോർക്കാൻ നോക്കി. അല്ല പിന്നെ